തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലാത്ത മനുഷ്യർക്ക് പ്രതീക്ഷയാണ് കെ.പി. റഷീദ് എന്ന 54-കാരൻ. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ വീട് കിട്ടാത്ത ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കും താങ്ങും തണലുമാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തുകാരനായ റഷീദ്. 170 കുടുംബങ്ങൾക്കാണ് റഷീദിന്റെ പ്രയത്നത്തിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. വീടില്ലാത്തവർക്ക് ആശ്വാസമാണ് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി. എന്നാൽ പദ്ധതിയിൽ നിന്ന് വീട് കിട്ടാൻ ആദ്യം സ്വന്തം പേരിൽ സ്ഥലം വേണം. അതില്ലാത്തവർക്ക് പിന്നെ ലൈഫിന്റെ ആനുകൂല്യമില്ല. ഇത്തരത്തിൽ ആശ അറ്റുപോയ ഒരു കൂട്ടം മനുഷ്യരെ കരക്കടുപ്പിച്ചത് റഷീദിന്റെ ഇടപെടലാണ്. ജീവിതമെന്ന യാഥാർത്ഥ്യം സാങ്കേതികത്വത്തിന്റെ പേരിൽ ചുവപ്പുനാടയിൽ കുടുങ്ങിപ്പോയ കുറെ പേരെ സ്വന്തം പരിശ്രമം കൊണ്ട് രക്ഷിച്ചെടുക്കാൻ റഷീദിനായി. ആദ്യം നാട്ടിലെ കുറച്ചു പേർക്ക് വേണ്ടിയായിരുന്നു ഇടപെടൽ. അത് വിജയം കണ്ടതോടെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നു വരെ റഷീദിന് സഹായ അഭ്യർത്ഥന വരാൻ തുടങ്ങി. ഓരോരുത്തരുടെയും കഥകൾ കേട്ടുകഴിയുമ്പോൾ ഭൂമി കിട്ടാനുള്ള മാർഗവും റഷീദിനു മുന്നിൽ തെളിഞ്ഞു വരും. പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത, മനുഷ്യത്വം മരിക്കാത്ത ആൾക്കാർ വീടെടുക്കാനുള്ള ഭൂമി സൗജന്യമായി തരുന്നതോടെ പ്രതീക്ഷ നിലച്ചവരുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കും. അതിന് കർമ്മം കൊണ്ട് നിമിത്തമായി മാറുകയാണ് റഷീദ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചാലോചിച്ച് നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് കിട്ടുന്ന ആനുകൂല്യം ചേർത്ത് പിടിച്ച് നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് മനുഷ്യ സ്നേഹികളുണ്ട്, അവരെയും ബന്ധപ്പെടുത്തി ഈ പദ്ധതിയിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. വീണ്ടും 10 ഏക്കറിൽ വീണ്ടും ഭൂമി കണ്ടെത്തി കൊടുത്തു. ഇതിനുശേഷമാണ് ലൈഫ് മിഷന്റെ വിനോദ് സാർ എന്നെ വിളിച്ചിട്ട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും ഈ പ്രതിസന്ധി ഉണ്ട്, നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പൈസ ഈ ഒറ്റൊരു കാരണത്താലാണ് നഷ്ടപ്പെടുന്നത്. പല സ്ഥലത്തും ലാപ്സായിട്ടും ഉണ്ട് പഞ്ചായത്തിൽ. അപ്പോൾ ഈ ഇത്രയും തുക എന്തിനെ നഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിലാണ് ഞാനതിൽ ശ്രദ്ധ കൊടുത്തത്. ദൈവത്തിൻ്റെ ഒരു അപാരമായ ഒരു സഹായം ഇതിലുണ്ട്. പിന്നെ എൻ്റെ വിശ്വാസപരമായിട്ടും എൻ്റെ ഒരു ബാധ്യതയാണ് ഇത്രയും അവകാശപ്പെട്ട ഒരു പൈസ ജനങ്ങളിലേക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത എന്നിൽ അർപ്പിതമായെന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വീട് ലഭിക്കാത്ത സാഹചര്യം റഷീദ് ഉണ്ടാക്കില്ല. അർഹതയുള്ളവരെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അടച്ചുറപ്പുള്ള വീടൊരുക്കി നൽകാൻ റഷീദ് എന്ന മനുഷ്യസ്നേഹി മുന്നിലുണ്ടാകും. 7-8 കൊല്ലം മുമ്പ് നമ്മൾ ഈ ലൈഫിന്റെ കൊടുത്തിനി. അപ്പോൾ ഭൂമിയില്ലാത്തതിന്റെ പേരിൽ അതങ്ങ് നീണ്ടുപോയി. അപ്പോൾ ഒരു ദിവസം റഷീദൊക്കെ വിളിച്ചു, പറഞ്ഞു സ്ഥലം തരാം, വീടെടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ സ്ഥലം തന്നു. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പൈസ പാസ്സായി. സന്തോഷമുണ്ട്. പിന്നെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുന്നു എന്ന് പറയില്ലേ, അതേപോലെ അന്ന് റഷീദക്ക നമ്മുടെ ജീവിതത്തിൽ വന്നത്. സ്ഥലം കണ്ടെത്തി വീടിന്റെ നിർമ്മാണം തുടങ്ങിയാൽ പിന്നെ ഓരോരോ ഘട്ടങ്ങളിലും സഹായഹസ്തങ്ങൾ റഷീദിനെ തേടിയെത്തും. ഗുണഭോക്താക്കൾക്ക് റഷീദിന്റെ മുന്നിൽ എത്തിപ്പെടാൻ മാത്രമാണ് ബുദ്ധിമുട്ട്. കാര്യങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീടെന്ന നിലയിൽ മുന്നിൽ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കി നടത്തും റഷീദ്. ലൈഫ് പദ്ധതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് 3 വർഷമായി അപേക്ഷ കൊടുത്തിട്ട് പാസ്സായി. പിന്നെ പാസ്സായിട്ട് കള്ളാസ് കൈപ്പറ്റ കൊണ്ട് പഞ്ചായത്തിൽ പോയപ്പോൾ റഷീദുമായിട്ട് സംസാരിച്ച് മൂപ്പര് അള്ളാഹുത്താല നമ്മളെ മുമ്പിൽ ദൈവം നമ്മളെ മുമ്പിലേക്ക് എത്തിച്ച് തന്നതാണ് എന്ന് കണക്കെടുക്കണം. എല്ലാ കാര്യങ്ങളും മൂപ്പര് ഏറ്റെടുത്ത് വീട് ആക്കിത്തരാ എന്ന് പറഞ്ഞു. 10 പഞ്ചായത്തുകൾ, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം നഗരസഭകൾ, കണ്ണൂർ കോർപ്പറേഷൻ തുടങ്ങി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഇതിനകം റഷീദിന്റെ പ്രയത്നത്തിന്റെ ഗുണഭോക്താക്കളായി. കർമ്മങ്ങളിലൂടെ ജനസേവന രംഗത്തെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറുകയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ തളിപ്പറമ്പ് ഏരിയ കോർഡിനേറ്റർ കൂടിയായ റഷീദ്. മീഡിയ 1 കണ്ണൂർ.